ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു മഞ്ഞ പൂക്കളൊന്നും ഇല്ലാതെയാണ് കണി ഒരുക്കിയിരുന്നത്. ഇത്തവണത്തെ വിഷുവിന് എന്തായാലും ഈ ഒരു മഞ്ഞ പൂക്കളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഏകദേശം കണിക്കൊന്ന ഫീലിങ്ങിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് പൂവൊക്കെ ഇറക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പ്രിംഗ് സീസണിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ വിഷുവും വരുന്നത്. അതുകൊണ്ട് നിറയെ പൂക്കൾ എല്ലായിടത്തും ഉണ്ട്. ഇത്തവണ ഫ്രണ്ട്സും കുക്കുമ്മയും കുഞ്ഞാറ്റയും എല്ലാവരും കൂടി ആയിരുന്നു കണിക്കൊന്ന ഒരുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പൂക്കളൊക്കെ ഇങ്ങനെ ഇറുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രോസസ്സായിട്ട് എല്ലാവരും കൂടി ആയിരുന്നപ്പോൾ അത് എല്ലാവരും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതാകുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ. ഇവിടെ പിന്നെ കുഞ്ഞാറ്റയും കുക്കുമ്മയും എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് നല്ല രസവുമാണ്. അങ്ങനെ സെറ്റായി വെച്ചു. കൃഷ്ണനെ വെക്കണ്ടേ നീ? മതി മതി, ഇനി അടുത്ത ടാസ്ക് എല്ലാരും ഓരോരോ വെജിറ്റബിൾ പോയി എടുത്തിട്ട് വരണം. കുക്കുമ്മ പോയിട്ട് ഒരു ആപ്പിൾ എടുത്തോട്ടോ. വെജിറ്റബിളോ ഫ്രൂട്ടോ എടുത്തിട്ട് വരണം. അതെന്താണ് അത്? ലാസ്റ്റ് 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 പോയി എടുത്തിട്ട് വാ. ആദ്യം ഇവിടെ വെച്ചു ഇവിടെ വെച്ചു. ഓക്കെ, കണ്ടില്ല. ഓക്കെ, ഇത് തണ്ണിമത്തനല്ല, ഇതെന്താ വെള്ളരിക്ക. തേങ്ങ തേങ്ങ ഒരു അപ്പൊ ഇത്ര ഐറ്റം ആയി. പൈനാപ്പിള്, തേങ്ങ, വെള്ളരിക്ക, ഒരു ആപ്പിള്, കുക്കുമ്മയുടെ ആപ്പിള്, ഓക്കെ, പോമഗ്രാനേറ്റ്. ചോദിച്ചോ ഇത് ചേട്ടൻ. അത് നേരെ അങ്ങനെ വെക്കുന്നേന്ന്. ഓക്കെ, അങ്ങനെ വെച്ചു. നെക്സ്റ്റ് ഇനി ആരാ? അങ്ങനെ മോർണിംഗിൽ നമ്മൾ രാവിലെ കണി കണ്ടു എല്ലാവരും. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ആ ഒരു കണി കാണുന്നതിൻ്റെ ആ ഒരു ഇമോഷനിലൊക്കെ ആയിരുന്നു. പിന്നെ കുക്കുമ്മനെ വിളിച്ചിട്ട് വന്ന് കാണിച്ചപ്പോൾ ദേ പറയുകയാണ്, ഇതാണോ കണി എന്നൊക്കെ. കുക്കുമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ കുക്കുമ്മയുടെ ഫസ്റ്റ് കണിയായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. വിഷു ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിടിയും കോഴിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കായംകുളത്തൊക്കെ വിഷുവിനെന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്. പക്ഷേ എറണാകുളത്തോട്ട് വരുമ്പോൾ അത് നോൺ വെജിറ്റേറിയൻ ആണ്. കോഴിക്കട്ട ഉണ്ടാക്കാനുള്ള പ്ലാനും എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ഞാൻ ആലോചിച്ചു പിടിയും കോഴിയും കൂടെ ചെയ്യാം. കാരണം എല്ലാവരും ഉള്ളപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, കുറച്ച് ടൈം എടുക്കുമല്ലോ പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ബോൾ പരുവത്തിലാക്കി എടുക്കുകയാണ്. ശരിക്കും ഈ ഒരു പിടിയും കോഴിയും ഞാൻ കഴിക്കുന്നത് മൂവാറ്റുപുഴയിൽ വെച്ചിട്ടാണ്. മൂവാറ്റുപുഴയിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ പിടിയും കോഴിയും എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന പോലെ മാവ് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അതിനുള്ളിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ അരച്ചിട്ട് നമ്മൾ മാവിനകത്ത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു ബോൾ പരുവത്തിലാക്കി എടുക്കുക. ദെൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ആയി കിട്ടും. ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇടും. അപ്പോൾ കുറച്ചും കൂടെ കുഴഞ്ഞ് കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ആദ്യമായിട്ടൊക്കെ പിടിയും കോഴിയൊക്കെ കാണുന്നവർക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രസമായിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, വെള്ളം ഇങ്ങനെ തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഇടുന്നത്.
പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ബോളിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് ആ ഒരു വെള്ളം ഇങ്ങനെ ഇപ്പോൾ ബോൾ ഇട്ട കാരണം ആ ഒരു വെള്ളത്തിന് ആ ഒരു തണുപ്പുണ്ടാവും. സോ വീണ്ടും അത് തിളച്ച് വന്നതിന് ശേഷം ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക, നല്ല കുഴക്കുഴാന്നിരിക്കും. ആ ഒരു കുഴക്കട്ട മോഡലൊക്കെ തന്നെ അതിൻ്റെ ഒരു വേറൊരു വകഭേദമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ ഒരു പിടി റെഡി ആയിട്ടുണ്ട്. കോഴിക്കറി വേറെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇടുന്നില്ല. എന്തായാലും പിടി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പിടിയും കോഴിയും കൂടെ വെച്ചിട്ട് ഒരു പിടി പിടിക്കുക. ഈ ഒരു സെറ്റപ്പിൽ നല്ല കോഴിക്കറി ശരിക്കും പറഞ്ഞാൽ നല്ല ചാറ് പോലെ ഉണ്ടായാലാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. എന്നാലേ നല്ല ഗ്രേവി ഇതെല്ലാം കൂടെ മിക്സായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല സുഖം കിട്ടുള്ളൂ. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പിടിയും കോഴി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ഇത്തവണത്തെ വിഷുവും അങ്ങനെ കഴിഞ്ഞു പോവാണ്. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോകുന്നത്. ഇനി അടുത്ത ഓണം ഇപ്പോൾ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.